2 ദിവസം മുമ്പേ എടുത്ത വീഡിയോയാ. പനിയൊക്കെ അങ്ങോട്ട് മാറിയെങ്കിലും തൊണ്ടയ്ക്കൊരു കരകരപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് വോയിസ് ഓവർ ചെയ്യാൻ തീരെ വയ്യായിരുന്നു. നേരെ രാവിലെ എണീറ്റ് മുറ്റമൊക്കെ തൂത്ത് വന്നപ്പോൾ ഉണ്ടടാ നമ്മുടെ കോവയിൽ കുറച്ച് കോവയ്ക്ക പഴുത്തിരിക്കുന്നുണ്ട്. അങ്ങനെ അത് പിച്ചാനായിട്ട് ഓടി ചെന്നപ്പോൾ അപ്രതീക്ഷിതമായിട്ട് എനിക്ക് 4 കുഞ്ഞൻ പാവയ്ക്കയും കൂടെ കിട്ടിയത് ആവട്ടെന്ന് വിചാരിച്ച് ഞാൻ പിന്നെ കുറച്ച് കറിവേപ്പിലയും പിച്ചിക്കൊണ്ട് നേരെ വന്ന് സാമ്പാറിനെടുത്ത്. ഇന്നലെ ഞാനാണെങ്കിൽ ദോശയുടെ മാവ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അരി ഉഴുന്നും വെള്ളത്തിടാൻ എപ്പോഴും മറന്നു. ഇവിടെ വീട്ടിലാട്ടുന്ന മാവ് കിട്ടുന്നതുകൊണ്ട് അത് മേടിച്ചുകൊണ്ട് വരും. പിന്നെ ഞാൻ ആൾക്ക് കോവയ്ക്ക തോരൻ ഭയങ്കര ഇഷ്ടമായി. അതുകൊണ്ട് ഞാൻ വേഗമാണെങ്കിൽ ചോറിന് വേണ്ടിയിട്ട് സ്കൂളിൽ കൊടുത്തു വിടാനായിട്ട് നമ്മുടെ കോവയ്ക്കൊക്കെ നീളത്തിൽ അരിഞ്ഞ് മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് വിഴുക്ക് വരട്ടിയെടുത്ത്. എന്നിട്ട് അതങ്ങോട്ട് തട്ടിപ്പൊത്തി അടച്ചു വെച്ചിട്ട് സാമ്പാർ ഉണ്ടാക്കാനുള്ള പരിപാടിയിലോട്ട് പോയി. ആദ്യം കുറച്ച് വെളിച്ചെണ്ണയും കടുകും എല്ലാം ഒഴിച്ചെങ്കിലും അതിന് മുമ്പേ ഞാൻ എല്ലാം മിറ്റമൊക്കെ തൂക്കാൻ പോകുന്നതിന് മുമ്പെയാണ് കേട്ടോ എല്ലാം കട്ട് ചെയ്ത് കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കടുകൊക്കെ അങ്ങോട്ട് പൊട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാ പൊടികളും അങ്ങോട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമ്മുടെ വേവിച്ച കഷ്ണങ്ങളെല്ലാം അതിനകത്ത് ഇട്ട് കൊടുത്ത്. കുറച്ച് നന്നായിട്ട് ഉടക്കേണ്ടി വന്നേ, കാരണം 3 വിസിലേക്ക് ഏൽപ്പിച്ചോളൂ. അതിനകത്ത് ചേന ഇട്ടിട്ടുണ്ടായിരുന്നു, അത് വേവാൻ ഇച്ചിരി താമസം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മറ്റേ കുഞ്ഞടുപ്പിലോട്ട് ഞാൻ നമ്മുടെ കുഞ്ഞിന് കുഞ്ഞു ദോശയും കൂടെ വെച്ച് കൊടുത്തു. ചില സമയം എന്നോട് പറയാം, അമ്മ എനിക്ക് പൂവ് ദോശ ഉണ്ടാക്കി തരുമോ എന്നൊക്കെ ചോദിക്കും. ഇന്നെന്തോ ഭാഗ്യത്തിന് ആളൊന്നും പറഞ്ഞില്ല. ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു സാദാ ദോശ മതിയെന്ന്. അങ്ങനെ ദോശയുടെ മാവിനകത്തും അതിട്ട് പിന്നെ നമ്മുടെ സാമ്പാറിൻ്റെ എല്ലാം ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനകത്തോട്ട് കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു. ഇതിനിടയ്ക്ക് ഞാൻ 2-3 വട്ടം ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കി കേട്ടോ. കാരണം മെനങ്ങാന്നുണ്ടാക്കിയ കറിക്കകത്ത് ഞാൻ ഉപ്പിടാൻ മറന്നുപോയി. അത് കാരണം ആളിനോട് പറയാം, അമ്മ ഉപ്പില്ല എന്ന്. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. കുറച്ച് ഇട്ടെങ്കിലും കഷ്ണത്തിനകത്തൊന്നും ഉപ്പ് പിടിക്കാത്തതുകൊണ്ട് ഒരു സുഖമില്ലായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞാൻ കൂടെ നോക്കുന്നുണ്ടായിരുന്നു ഉപ്പിട്ടോ എന്ന്. പിന്നെ വേഗം ആളെ കുളിപ്പിച്ച് റെഡിയാക്കി കൊണ്ടുവന്ന് കഴിപ്പിക്കാനായിട്ട് ആൾക്കും എനിക്കും എടുത്തു കേട്ടോ. കാരണം എനിക്കും ആളെ വിട്ടാൽ ഉടനെ എനിക്കും ഇറങ്ങണം. ഒന്നാമതേ വണ്ടിയില്ല, വണ്ടി കേടായിരുന്നു. അതിൻ്റെ കൂടെ ആളെ എങ്ങനെയുണ്ടൊക്കെയാണ് കഴിപ്പിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും മുടി കെട്ടാൻ പിടിച്ചെടുത്ത് എന്തൊക്കെ കാണണം. ഓടുന്ന് ചാടുന്ന് അടങ്ങി നിൽക്കുന്നേ ഇല്ലായിരുന്നു. ഇന്നെന്തോ ആൾക്ക് ഡാൻസ് കളിക്കാനുള്ള മൂഡായിരുന്നു. ക്യാമറ നോക്കുന്നു, പിന്നെ അടങ്ങി നിൽക്കാൻ പറയുമ്പോൾ ഒന്നും ഓടുന്നു. അയ്യോ ചീപ്പി അമ്മ എൻ്റെ തല നോവിക്കല്ലേ എന്നൊക്കെ ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു. അവസാനം ഞാൻ വിചാരിച്ചു എൻ്റെ അടി മേടിക്കുമെന്നെങ്കിൽ അടിയൊന്നും മേടിച്ചില്ല. രാവിലെ സ്കൂളിൽ പോകുമ്പോൾ അടിക്കാനൊരു മടിയായതുകൊണ്ട് ഞാൻ അങ്ങനെ അടിക്കത്തുമില്ല. വഴക്കൊക്കെ പറഞ്ഞ് തട്ടിപ്പത്തിയൊക്കെ നിർത്തും. എന്നിട്ട് പിന്നെ രാവിലെ മുടിയൊക്കെ ഇങ്ങനെ കെട്ടിക്കൊടുത്ത് രാവിലെ ദോശയുടെ സാമ്പാറിന് ഇച്ചിരി എരി കൂടി പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആൾക്ക് ഞാൻ പിന്നെ ഒരു ഓറഞ്ച് കൂടെ അതിൻ്റെ കൂട്ടത്തിൽ കൊടുത്തായിരുന്നു. പക്ഷേ വീഡിയോക്കകത്ത് കയറ്റാനായിട്ട് സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ അത് എടുത്തില്ല കേട്ടോ. പിന്നെ ആളെ പറഞ്ഞു വിട്ടിട്ട് നേരെ വന്ന് വാഷിംഗ് മെഷീനിൽ തുണിയൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നേരെ ഞാൻ റെഡിയാവാൻ പോയി. എനിക്കും 9:15 ആകുമ്പോഴത്തേക്ക് പോകണം. ആളുടെ വണ്ടി 9:30 ആകുമ്പോഴത്തേക്ക് വരും. അപ്പോൾ വേഗം അതൊക്കെ ഇങ്ങോട്ട് ആക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് തന്നെത്താൻ അവിടെ കിടന്ന് വാഷ് ചെയ്ത് വരുന്നതുകൊണ്ടായതുകൊണ്ട് വേഗം റെഡി ആവാനായിട്ട് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.